നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ഈ കട്ട് ഓഫ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള സ്കോർ എത്തിയോ, നമ്മൾ ക്ലിയർ ആകുമോ. ഹായ്, വെൽക്കം ടു എൻട്രിയ. അപ്പോൾ നമ്മുടെ SBI ക്ലർക്ക് ആൻഡ് പിയുടെ നോട്ടിഫിക്കേഷൻ അടുത്ത് വരുന്ന 3 മാസങ്ങളുടെ ഇടയ്ക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ ഇതിന് മുമ്പുള്ള വർഷങ്ങളിലെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് സെപ്റ്റംബറിലും നവംബറിലുമാണ് നമുക്ക് വന്നിരുന്നത്. അപ്പോൾ ഈ നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു വരാനുള്ള സമയമായി. നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് പ്രിപ്പയർ ചെയ്യാൻ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടായിരിക്കും. നേരത്തെ തന്നെ ഓൾറെഡി IBPSൻ്റെ എക്സാംസ് ഒക്കെ എഴുതി, RRBയുടെ എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞവർ ഇപ്പം SBIയുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഓൾറെഡി ഈ ഒരു എക്സാമിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങിയവർ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സെഷൻ കാണാത്തവർ ചാനലിൽ ചെന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആൻഡ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി ഫ്യൂച്ചറിൽ വരുന്ന ഇതിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതാ നിങ്ങൾക്ക് മിസ് ആവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി നേരത്തെ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ഒരു എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ചും ഡീപ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താ, എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്, ഇതിന് മുമ്പുള്ള വർഷങ്ങളിലെ കട്ട് ഓഫ് എന്താണ്. സോ അത് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. നമുക്ക് എത്ര സ്കോർ കിട്ടിയാൽ ഇതിൻ്റെ പ്രിലിംസ് ക്ലിയർ ആവും. അതിൻ്റെ ക്ലർക്ക്, നമ്മുടെ SBI ആണെങ്കിൽ SBIയുടെ ക്ലർക്ക് ആണെങ്കിലും PO ആണെങ്കിലും രണ്ടിൻ്റെയും കട്ട് ഓഫ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, ആൻഡ് പ്രിപ്പറേഷനിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏറ്റവും ടോപ്പ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡയറക്റ്റ്ലി നമുക്ക് ആ ഒരു സെഷനിലേക്ക് പോകാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി അത് ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഏകദേശം എപ്പോഴത്തേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുമ്പുള്ള വർഷങ്ങളിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നമുക്ക് ആ ഒരു സെപ്റ്റംബറിലും നവംബറിലും ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയം ആയി. ഇനി നമുക്ക് നവംബറിൽ ക്ലർക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമായിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ SBIയുടെ POയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ക്ലർക്ക് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ ഏകദേശം നമുക്ക് ഇനി നോട്ടിഫിക്കേഷൻ വരാൻ ഏകദേശം നമുക്കൊരു 2 മന്ത്സോളം സമയം ഉണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ PO ആണെങ്കിൽ നമുക്ക് PO ആണ് ആദ്യമേ വരുന്നെങ്കിൽ, ഈ വർഷം അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നറിയില്ല. പക്ഷേ എന്നാലും കഴിഞ്ഞ വർഷത്തെ വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ ഈ വർഷം നമ്മുടെ SBI PO ആദ്യമേ വരുവാണെങ്കിൽ നമുക്ക് POയ്ക്ക് നമുക്ക് ഓൾമോസ്റ്റ് ഒരു മാസം, 1.5 മാസത്തോളം എക്സാമിന് വേണ്ടി നമുക്ക് ഏകദേശം ഒരു 1.5-2 മാസത്തോളം സമയം ഉണ്ടെങ്കിൽ നമുക്ക് PO, നമ്മുടെ ക്ലർക്കിൻ്റെ കേസ് ആണെങ്കിൽ നമുക്ക് എക്സാമിന് ഏകദേശം ഒരു 3 മന്ത്സോളം സമയം കിട്ടുന്നുണ്ട്. നമ്മൾ ഇപ്പോഴേ നോക്കുവാണെങ്കിൽ, നമുക്ക് കഴിഞ്ഞ വർഷം വിളിച്ച കണക്ക് തന്നെ നോക്കുവാണെങ്കിൽ, സോ ഏകദേശം രജിസ്ട്രേഷൻ ഏകദേശം ഈ ഒരു സമയത്തായിരിക്കും തുടങ്ങുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ രജിസ്ട്രേഷൻ ഏകദേശം 1 മാസം കാണും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 20 to 30 ഡേയ്സ് കഴിഞ്ഞായിരിക്കും എക്സാം വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ക്ലർക്കിൻ്റെ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സാം ഡിസംബർ ആ ഒരു സമയത്തായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നോക്കിയാൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബറിൽ എക്സാം എപ്പോഴാണോ ആ ഒരു അത്രത്തോളം സമയം, ഓൾമോസ്റ്റ് 3 months പ്ലസ് ടൈം നമുക്ക് എവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഈ ഒരു SBIയുടെ ക്ലർക്കിന് എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട്. PO ആണെങ്കിൽ ഏകദേശം നമുക്കൊരു 2 മാസത്തോളം കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതിൻ്റെ എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ച് ക്ലിയർ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി പ്രിലിംസ് ആയാലും ശരി, മെയിൻസിനെ കുറിച്ചാണെങ്കിലും ശരി, പഠിച്ച് തുടങ്ങിയവരാണെങ്കിൽ ഉറപ്പായിട്ടും പ്രിലിംസിനെ കുറിച്ച് ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളൊരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. അതിലും ചില ടോപ്പിക്സ് കാണും വളരെയധികം സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ്. എസ്പെഷ്യലി ക്ലർക്കിൻ്റെ കേസിൽ വരുമ്പോഴത്തേന് നമുക്ക് ചില ടോപ്പിക്സ് ഉണ്ട്, നമ്മൾ ഒരു 20 to 30% പഠിക്കുമ്പോൾ തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 70 to 75% കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ചില ടോപ്പിക്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് ടോപ്പ് സ്കോറിംഗ് ഏരിയാസ്? വളരെ കുറച്ച് പഠിച്ചുകൊണ്ട് വളരെ വലിയൊരു ഏരിയ കവർ ചെയ്യുക എക്സാമിൽ. ലൈക്ക് 20% പഠിച്ചുകൊണ്ട് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു 80% കവർ ചെയ്യുക, അല്ലെങ്കിൽ 75% കവർ ചെയ്യുക. ആ ഒരു അപ്രോച്ച് എനിക്ക് ആ ഒരു ഏരിയ, അങ്ങനെയുള്ള ടോപ്പ് സ്കോറിംഗ് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇത് അങ്ങോട്ടുള്ള ഇനിയൊരു സമയത്ത് അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കട്ട് ഓഫും ടാർഗറ്റും അറിഞ്ഞിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ കട്ട് ഓഫ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് മോക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് നമുക്കത് പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഫൈനലി നമ്മുടെ എവിടെയെങ്കിലും വീക്ക് ഏരിയാസ് ഉണ്ടെങ്കിൽ അത് ബെറ്റർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി മോക്സും സെക്ഷണൽ മോക്ക് ടെസ്റ്റുകളും ടോപ്പിക് വൈസ് ടെസ്റ്റുകളും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം ഈ ഒരു സെഷൻ്റെ അകത്ത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഈ എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളത്. അതായത് ഇപ്പോൾ SBIയുടെ ക്ലർക്ക് ആയാലും ശരി, PO ആണെങ്കിലും ശരി, നമുക്ക് പ്രിലിംസ് ആണെങ്കിലും ശരി, മെയിൻസ് ആണെങ്കിലും ശരി, നമുക്ക് ഓവറോൾ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഈ 4 ഏരിയാസ് ആണ് നമുക്ക് ഓവറോൾ 2 എക്സാമിന് വേണ്ടി അതിൻ്റെ പ്രിലിംസും മെയിൻസും രണ്ടിനും കൂടി ചേർത്ത് നമുക്ക് പഠിക്കാനുള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഈ 4 സബ്ജക്റ്റ് മാത്രമാണ്. ഒന്ന് നമ്മുടെ ഇംഗ്ലീഷ്, 2 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, 3 റീസണിങ്, ആൻഡ് 4ാമത്തതും നമ്മുടെ മെയിൻസ് എക്സാമിന് വേണ്ടി, നമുക്ക് മെയിൻസിന് വേണ്ടി മാത്രം, പ്രിലിംസിന് നമുക്ക് ഇത് വേണ്ട, മെയിൻസിന് മാത്രം വേണ്ടി നമുക്ക് ബാങ്കിങ്, ഫിനാൻഷ്യൽ, ജനറൽ അവയർനെസ്, ഈ ഒരു 3 ഏരിയ നമുക്ക് പ്രിലിംസിനും ഉണ്ട് മെയിൻസിനും ഉണ്ട്. നമുക്ക് പ്രിലിംസ്
പ്ലസ് മെയിൻസ് രണ്ടിനും നമുക്ക് ഈ ഒരു ഏരിയ ഉണ്ട്. ആൻഡ് മെയിൻസ് വരുമ്പോൾ എക്സ്ട്രാ വരുന്ന എന്തെങ്കിലും ഉണ്ടോ, എക്സ്ട്രാ വരുന്ന ഈ ഒരു ഏരിയ ആണ്. നമ്മുടെ ബാങ്കിങ് അവയർനെസ്, ജനറൽ അവയർനെസ്, ഫിനാൻഷ്യൽ അവയർനെസ്സിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓവറോൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ളത്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ എക്സാമിന്റെ പാറ്റേണിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നമ്മുടെ SBIയുടെ ക്ലർക്ക് ആണെങ്കിലും PO ആണെങ്കിലും രണ്ടിന്റെയും പ്രിലിംസിന്റെ പാറ്റേൺ, ആദ്യത്തെ ഫേസ് 1 എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് ഡെഫിനറ്റ്ലി ക്വസ്റ്റിന്റെ ലെവലിൽ ഡിഫറൻസ് ഉണ്ട്, ബട്ട് അതർവൈസ് എക്സാമിന്റെ പാറ്റേണിൽ ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 3 സബ്ജക്ട്സ് ആണ് നമുക്ക് അവിടെ വരുന്നത്. പ്രിലിംസ് എക്സാമിൽ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് 30 ക്വസ്റ്റിനും അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ മാത്സ് ആൻഡ് റീസണിംഗ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് നിന്ന് നമുക്ക് 35 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. എല്ലാ ക്വസ്റ്റിനും ക്യാരി ചെയ്യുന്ന 1 മാർക്ക് വെച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതേ സെയിം നമ്പർ ഓഫ് മാർക്സ് ആണ്, ക്വസ്റ്റിന്റെ സെയിം നമ്പർ ഓഫ് മാർക്സ് ആണ് നമുക്ക് അവിടെ വരുന്നത്. സോ മൊത്തം 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, നമുക്ക് 100 മാർക്കായിരിക്കും വരുന്നത്. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമുക്കവിടെ സെക്ഷണൽ ടൈമിങ്ങും ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. സെക്ഷണൽ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഓവറോൾ എക്സാം നമുക്ക് സാധാരണ നടക്കുന്ന പോലെ തന്നെ 1 മണിക്കൂർ ആണെങ്കിൽ പോലും നമുക്ക് അവിടെ എന്ത് വരുന്നുണ്ട്, ഓരോ സെക്ഷന് വേണ്ടി ഒരു സെപ്പറേറ്റ് ടൈം വരുന്നുണ്ട്. ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ 3 സെക്ഷൻ ഉണ്ട്. ഓരോ സെക്ഷന് വേണ്ടി നമുക്ക് 20 മിനിറ്റ് ആണ് വരുന്നത്. ഇംഗ്ലീഷിന് 20, ബാക്കിയുള്ള 2 സബ്ജക്ട്സിന് 20. അപ്പോൾ നമുക്ക് ഒരു സെക്ഷൻ എഴുതാൻ 20 മിനിറ്റേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും ഒരു സെക്ഷനിൽ നിന്ന് വേറൊരു സെക്ഷനിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഒരു സെക്ഷനെ ഒരിക്കലും നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് സ്വിച്ച് ചെയ്യാനോ മാറാനോ പറ്റത്തില്ല. വൺസ് ആ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തീർന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആൻഡ് തിരിച്ച് നമ്മൾ കഴിയുന്ന സെക്ഷനിലേക്ക് തിരിച്ചു പോകാനും പറ്റത്തില്ല നമുക്ക്. അത് അറിഞ്ഞിരിക്കുക. സോ ഇതാണ് നമ്മുടെ പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉറപ്പായിട്ടും ഉണ്ട്. നമുക്ക് റൈറ്റ് ആൻസർ ആണെങ്കിൽ +1 ആണെങ്കിൽ, നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് 1/4 അല്ലെങ്കിൽ 0.25 ആണ് നമ്മുടെ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിലിംസ് എക്സാമിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി മെയിൻസ് എക്സാമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ക്ലർക്കിന്റെയും POയുടെയും മെയിൻസ് എക്സാമിൽ ചെറിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് SBIയുടെ ക്ലർക്കിന്റെ മെയിൻസ് എക്സാമിന്റെ പാറ്റേൺ ആണ് ഈ കാണുന്നത്. അപ്പോൾ അതിന്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആവശ്യം വരും ഇത് നിങ്ങളുടെ പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡീഷണൽ വരുന്ന സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ജനറൽ അവയർനെസ്, ഫിനാൻഷ്യൽ അവയർനെസ് ആണ് എക്സ്ട്രാ വരുന്നത്. ക്വസ്റ്റിന്റെ കൗണ്ടിലും നമ്മുടെ മാർക്കിലും ഡ്യൂറേഷനിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ബട്ട് അതർവൈസ് സബ്ജക്ട്സ് ഒക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ SBIയുടെ ആ ഒരു മെയിൻസിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്, ക്ലർക്കിന്റെ മെയിൻസിന്റെ പാറ്റേൺ. അതുപോലെ തന്നെ നമ്മുടെ SBIയുടെ POയുടെ ആ ഒരു മെയിൻസിന്റെ പാറ്റേൺ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അഡീഷണൽ വരുന്നത് ഈ ഒരു ജനറൽ അവയർനെസ്, എക്കണോമിക് അവയർനെസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ്, ബാങ്കിങ് അവയർനെസ് അവിടെ അഡീഷണൽ വരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് എക്സ്ട്രാ വരുന്ന ഒരു കാര്യം, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു ലെറ്റർ റൈറ്റിംഗ് ആൻഡ് എസ്സേ നമുക്ക് ഇവിടെ എക്സ്ട്രാ അഡീഷണൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻസ് എക്സാമിന്റെ പാറ്റേൺ, SBIയുടെ POയുടെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ എഗെയിൻ നിങ്ങൾക്ക് ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, നിങ്ങളുടെ ഫ്യൂച്ചർ യൂസിന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആവശ്യം വരും. ഇനി നമുക്ക് ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ SBIയുടെ ക്ലർക്കിന്റെ കേസിൽ വരുന്ന ഒരു നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയുണ്ട്. SBIയുടെ ക്ലർക്കിന്റെ കേസിൽ നമുക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ 10th ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ നമ്മൾ മലയാളം പഠിച്ചിട്ടുണ്ട്, ആ സ്റ്റേറ്റ് ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കവിടെ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല. നമുക്കവിടെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായതുകൊണ്ട് നമുക്ക് മലയാളം അറിയാം എന്നുള്ള ഇതിൽ തന്നെ ആയിരിക്കും പോകുന്നത്, നമുക്ക് ടെസ്റ്റ് കാണത്തില്ല. പക്ഷെ അതേ സ്ഥലത്ത് ഞാനിപ്പം തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കർണാടകയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എനിക്ക് അവിടുത്തെ സ്റ്റേറ്റ് ലാംഗ്വേജ് ഏതാണോ അതിൻ്റെ മേളിലൊരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. ബിക്കോസ് എനിക്ക് അവിടെ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സിൽ എന്ത് കാണിക്കണം, സ്കൂൾ സർട്ടിഫിക്കറ്റ്സിൽ കാണിക്കാൻ പറ്റണം എനിക്ക് ആ സ്റ്റേറ്റ് ലാംഗ്വേജ് ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല. ഇത് കൂടാതെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട SBIയുടെ ക്ലർക്കിന്റെ കേസിൽ, ഓക്കെ, SBIയുടെ POയുടെ കേസിൽ അങ്ങനെയൊന്നും ഇല്ല. SBIയുടെ ക്ലർക്കിന്റെ കേസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പിന്നെ ഒരു കാര്യമാണ്, നമുക്ക് അവിടെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് കൂടി വരുന്നുണ്ട്. റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര വേക്കൻസി ആയിരുന്നു ആ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്, ആ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന വേക്കൻസി, ഇപ്പം ലെറ്റ്സ് സേ നമ്മുടെ കേരളത്തിൽ ഒരു 100 വേക്കൻസിയാണ് SBIയുടെ ക്ലർക്കിന് വരുന്നതെങ്കിൽ ആ ഒരു 100 വേക്കൻസി ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ആ 100ന്റെ പകുതി, ആ സ്റ്റേറ്റിലെ വേക്കൻസിയുടെ പകുതി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 50, അപ്പോൾ ആ 50 ഒരു അഡീഷണൽ കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് കൂടി ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. ആ വെയിറ്റിംഗ് ലിസ്റ്റിന്റെ വാലിഡിറ്റി 1 വർഷമായിരിക്കും. അപ്പോൾ ഈ ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് വെച്ച് ആദ്യമേ ജോയിൻ ചെയ്യേണ്ടിയ 100 പേരിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാതിരുന്നാലോ അല്ലെങ്കിൽ അവർ പിന്നെ ഇൻ ബിറ്റ്വീൻ അവർ എന്തെങ്കിലും കാണുകൊണ്ട് പോയാലോ ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നായിരിക്കും ആ ഒരു വേക്കൻസീസ് എല്ലാം തന്നെ, ലൈക്ക് അവിടെ വേക്കൻ്റ് ആവുന്ന സീറ്റുകളെല്ലാം തന്നെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി SBIയുടെ ക്ലർക്കിന്റെ കേസിലുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ള ബാങ്ക്സിന്റെ എക്സാമിന്റെ കേസിൽ അങ്ങനെ വേറെ അല്ല, പക്ഷേ ഇവിടെ നമുക്ക് SBIയുടെ ക്ലർക്കിന്റെ കേസിൽ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതെന്ന് പറയുന്നത്. ഇനി
നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെഫിനറ്റ്ലി നമുക്ക് ഈ കട്ട് ഓഫ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള സ്കോർ എത്തിയോ, നമ്മൾ ക്ലിയർ ആകുമോ, അല്ലെങ്കിൽ ഇനി എത്രത്തോളം കിട്ടിയാൽ ക്ലിയർ ആകുമെന്നുള്ളത് ക്ലിയർ ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്ക് ഡെഫിനറ്റ്ലി പ്രീവിയസ് ഒരു കട്ട് ഓഫ് അറിഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾ ഈ കാണുന്നത് SBI ക്ലർക്കിൻ്റെ പ്രീവിയസ് ഒരു കട്ട് ഓഫ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ അവിടുത്തെ ലാസ്റ്റ് ഒരു 6 ഇയേഴ്സിൻ്റെ കട്ട് ഓഫ് തന്നെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഞാൻ കേരള സ്റ്റേറ്റ് മാത്രമല്ല, ഒരുപാട് പേര് ഇവിടെ കേരളത്തിലുള്ളവർ തമിഴ്നാട്ടിൽ അപ്ലൈ ചെയ്യാറുണ്ട്, കർണാടകയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് കൂടാതെ വേറെ സ്റ്റേറ്റിലും അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പേരും കേരള ആൻഡ് കർണാടകയിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട് ആൻഡ് കർണാടകയിലാണ് ഔട്ട്സൈഡ് കേരള പോവുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു 2 സ്റ്റേറ്റ് കൂടി നിങ്ങൾക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കേരളത്തിൻ്റെ കട്ട് ഓഫിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും 69, 78, 69.75, 69, 68, 76. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ഓഫ് ഒന്ന് ഓവറോൾ ഒരു ജനറൽ ആംഗിളിൽ നമ്മൾ ലാസ്റ്റ് ഒരു 6 ഇയേഴ്സ് കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ആ കട്ട് ഓഫ് റേഞ്ച് നിന്നിട്ടുള്ള നിങ്ങൾക്ക് ക്ലിയർലി കാണാൻ പറ്റും. നമുക്കൊരു 68 തൊട്ട് 78ൻ്റെ ഇടയ്ക്കാണ് കട്ട് ഓഫ് നിന്നിട്ടുള്ളത്, 68 to 78. അപ്പോൾ നമുക്ക് ആ റേഞ്ച്, നമ്മുടെ ആ ഒരു കട്ട് ഓഫിൻ്റെ റേഞ്ച് പറയുകയാണെങ്കിൽ 68 to 78 ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓൾ ഇന്ത്യ നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 82 ആയിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ അല്ല, വേറെ സ്റ്റേറ്റിൻ്റെ, പക്ഷേ 82 ആണ് ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു മിനിമം കട്ട് ഓഫ് അല്ലെങ്കിൽ മിനിമം ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 82 പ്ലസ് ആയിരിക്കണം നമ്മുടെ മിനിമം ടാർഗറ്റ് എന്ന് പറയുന്നത്. എന്നാൽ മാത്രം നമ്മൾ ഈ 82 പ്ലസ് കൺസിസ്റ്റന്റ് കിട്ടുന്ന ഒരു ലെവലിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ, ഓക്കെ ഞാൻ എന്തായാലും പ്രിലിംസ് ക്ലിയർ ആവും, മെയിൻസ് പഠിച്ചു തുടങ്ങാം എന്നൊരു ആംഗിളിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും കട്ട് ഓഫ്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പെട്ടെന്നൊന്ന് പറയുകയാണെങ്കിൽ തമിഴ്നാടിൻ്റെ കട്ട് ഓഫ് നമ്മളൊന്ന് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 60 to 65 റേഞ്ചിലാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി കട്ട് ഓഫ് കുറവാണ് അവിടെ ആ സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ. നമുക്ക് ഇവിടുത്തെ ഏറ്റവും മിനിമം എത്രയാണോ അതിൻ്റെക്കാളും താഴെയാണ് അവിടുത്തെ മാക്സിമം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മൾ കർണാടകയിലേക്ക് പോവുകയാണെങ്കിൽ കർണാടകയിൽ കട്ട് ഓഫ് നമ്മൾ പെട്ടെന്നൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ റേഞ്ച് വളരെ വേരി ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ പോലും നമുക്കവിടെ ആ ഒരു മാക്സിമം വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും 65 ആണ് ഏകദേശം റഫ്ലി അപ്രോക്സിമേറ്റ്ലി മാക്സിമം വന്നിട്ടുള്ളത്. ഏറ്റവും മിനിമം നോക്കിയാൽ ഒരു 49 ആണ് മിനിമം വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെയും നമ്മുടെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒന്ന് ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 65 വരെ, ഓക്കെ 65 വരെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് തമിഴ്നാട് ആൻഡ് കർണാടക നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം കട്ട് ഓഫിൻ്റെ റേഞ്ച് മാക്സിമം വന്നിട്ടുള്ള റേഞ്ച് ഏകദേശം ഒരേപോലെയാണ്. പക്ഷേ കർണാടകയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി കുറവ് വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. 65 ആണ് അവിടെ മാക്സിമം വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു പ്രീവിയസ് ഇയർ SBI ക്ലർക്കിൻ്റെ കട്ട് ഓഫിൻ്റെ റേഞ്ച് 3 സ്റ്റേറ്റിൻ്റെ, കേരള കൂടാതെ തന്നെ നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് തമിഴ്നാട് ആൻഡ് കർണാടകയുടെയും റേഞ്ച് ഈ രീതിയിലാണ്. അപ്പോൾ ഇനി അതേപോലെ തന്നെ നമ്മുടെ SBIയുടെ POയിലേക്ക് പോവുകയാണെങ്കിൽ POയുടെ ഓൾ ഇന്ത്യ കട്ട് ഓഫ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ നമ്മുടെ ആ ഒരു കട്ട് ഓഫ് ലാസ്റ്റ് 3 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ 63, 59, 59 ആ റേഞ്ചിലാണ് വന്നേക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നമുക്ക് ഇങ്ങനെ തന്നെ പറയാം, നമ്മുടെ ഒരു 59 to 63 ആണ് റേഞ്ച് എന്ന് നമുക്ക് ക്ലിയർലി പറയാൻ പറ്റും. സോ ഇത് പ്ലസ് ആയിരിക്കണം നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഈ ഒരു ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഫോക്കസ് ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഒരുപാട് ചാപ്റ്റർ പഠിച്ചിട്ട് ഈ ഒരു ടാർഗറ്റിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഒന്ന് മനസ്സിലാക്കി അത് ആദ്യമേ പഠിച്ച് അതൊന്ന് സ്ട്രോങ് ആക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ഈ ഒരു കട്ട് ഓഫ് റേഞ്ചിലേക്ക് എത്താൻ പറ്റും. സോ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ സ്മാർട്ടായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുക. അല്ലാതെ നമ്മൾ 100 out of 100 വാങ്ങണം എന്നൊരു ആംഗിളിൽ നമ്മൾ 100 എത്രത്തോളം ചാപ്റ്റേഴ്സ് ഉണ്ടോ 100% ചാപ്റ്റേഴ്സും പ്രിപ്പയർ ചെയ്ത് പോകുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണ് നിങ്ങൾ ആദ്യമേ എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പ് സ്കോറിംഗ് ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ നല്ലപോലെ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. വൺസ് അതൊന്ന് നല്ലപോലെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്ക് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിലേക്ക് മൂവ് ചെയ്താൽ മതി. സോ നമുക്ക് ആ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഇതാണ് നിങ്ങളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി. എസ്പെഷ്യലി ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രോപ്പർലി ആ ഒരു ചാപ്റ്റേഴ്സിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് യൂസ് ചെയ്യാം നിങ്ങളുടെ പ്രിപ്പറേഷനിൽ കൊണ്ടുപോകാൻ. ഇനി നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് സ്കോറിംഗ് ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മുടെ ക്ലർക്ക് ആണെങ്കിൽ നമ്മുടെ സിംപ്ലിഫിക്കേഷനിൽ നിന്ന് നമുക്ക് 10 തൊട്ട് 15 ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് PO ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 5 തൊട്ട് 6 ക്വസ്റ്റ്യൻ ആണ് കിട്ടുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ക്ലർക്ക് ആണെങ്കിലും PO ആണെങ്കിലും ഓൾമോസ്റ്റ് 5 ക്വസ്റ്റ്യൻ വെച്ചാണ് നമുക്ക് ചോദിക്കുന്നത്. നമ്പർ സീരീസിലേക്ക് വരുമ്പോൾ നമുക്ക് മിസ്സിംഗ് നമ്പർ അല്ലെങ്കിൽ റോങ് നമ്പർ സീരീസിലേക്ക് വരുമ്പോൾ നമുക്ക് ക്ലർക്ക് ആണെങ്കിലും PO ആണെങ്കിലും 5 ക്വസ്റ്റ്യൻ വെച്ചാണ് ചോദിക്കുന്നത്. ആൻഡ് ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ നമുക്ക് ഇവിടെ നിന്ന് 5 തൊട്ട് 10 ക്വസ്റ്റ്യൻ ആണ് ക്ലർക്കിന് ചോദിക്കുന്നത്. ആൻഡ് PO ആണെങ്കിൽ നമുക്ക് 15 ഓർ മേ ബി 15+,
ഓക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഈ ഒരു കൗണ്ട് ഒന്ന് പ്ലസ് ചെയ്യുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു 5ഉം ഇവിടുന്ന് 15ഉം പ്ലസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര വരുന്നുണ്ട്? 20 വരുന്നുണ്ട്. ആൻഡ് ഈ 2 5 ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്? ഏതെങ്കിലും ഒരു 5 ആഡ് ചെയ്താൽ പോലും 25 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം മൊത്തം ചോദിക്കുന്ന 35 ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് അറിയാം. ആ 35ൽ ഈ 4 ചാപ്റ്റർ മാത്രം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഈ 4 ടോപ്പിക്ക് മാത്രം പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്? 25 ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 35ൽ 25 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓൾമോസ്റ്റ് 35ൽ 25 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് 35ൽ 25 എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് റഫ്ലി ഒരു നമുക്ക് 71, ഓക്കെ, നമുക്ക് റഫ്ലി അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയുവാണെങ്കിൽ ഒരു 72% നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എത്ര ചാപ്റ്റർ പഠിച്ചാൽ? ഈ എഴുതിയേക്കുന്ന 21ലെ വെറും 4 ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ. ഓക്കെ, 21ലെ 4 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റഫ്ലി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലെസ് ദാൻ 20% മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ലെസ് ദാൻ 20% മാത്രം. പക്ഷേ എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്? നമ്മൾ 72% നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കട്ട് ഓഫ് കുറച്ച് നേരത്തെ കണ്ടതേ ഉള്ളൂ. നമ്മുടെ പിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയാണ്? ആ ഒരു 69 to 72 ആ റേഞ്ചാണ് കട്ട് ഓഫ് വരുന്നത്. നമ്മളിപ്പം കണ്ടതേ ഉള്ളൂ. അതുപോലെ തന്നെ 59 to 62, ഓക്കെ, ആ റേഞ്ചാണ് കട്ട് ഓഫ് വരുന്നത്. അതിനേക്കാളും താഴെയാണ് ഈ കൊടുത്തേക്കുന്ന അതിൻ്റെ പെർസെൻറ്റേജ് ഇതിനേക്കാളും താഴെയാണ്. പിഒ നമ്മുടെ ക്ലർക്ക് ആണെങ്കിൽ അവിടെ നമ്മുടെ കട്ട് ഓഫ് കുറച്ചുകൂടി 78 വരെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ കണ്ടായിരുന്നു 68 to 78 ആയിരുന്നു. സോ ഏകദേശം ഈ റേഞ്ചിൽ തന്നെയാണ് അതും വരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. വളരെ സ്മാർട്ടായിട്ട് ഏറ്റവും ടോപ്പ് സ്കോറിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഏരിയയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇനി സമയമുണ്ടോ, ഈ സമയത്തിന് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളവർ നമുക്ക് ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യണം? ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഏറ്റവും ടോപ്പ് സ്കോറിംഗ് ചാപ്റ്റേഴ്സ് പിക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്യണം. ഇത് കൂടാതെ പിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് പെർസെൻറ്റേജ് ഒരു ക്വസ്റ്റ്യൻ, റേഷ്യോ പ്രൊപ്പോർഷൻ ഒരു ക്വസ്റ്റ്യൻ, പാർട്ട്ണർഷിപ്പ് ഒരു ക്വസ്റ്റ്യൻ, ഏജസ് ഒരു ക്വസ്റ്റ്യൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു ക്വസ്റ്റ്യനും, ഏരിയ ആൻഡ് വോളിയം ഒരു ക്വസ്റ്റ്യനും. അപ്പോൾ ഞാൻ അതിനെ ഏറ്റവും ആ ഒരു ഇമ്പോർട്ടൻസ് ഓർഡറിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. സോ നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി. അപ്പോൾ നിങ്ങൾ ഈ 10 ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ ആയി? ഇവിടുന്ന് 25ഉം ഇവിടുന്ന് 6ഉം 31 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, 31 out of 35. ഓക്കെ, അപ്പോൾ 31 out of 35 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര പെർസെൻറ്റേജ് ആയെന്ന് ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഏകദേശം അവിടുത്തെ പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് 90 അടുപ്പിച്ച് പെർസെൻറ്റേജ് ആവാനായി അല്ലേ? അപ്പോൾ അത്രയും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് 88% അത്രത്തോളം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത്രയും മാത്രം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. സോ ഇങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കേസാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയും ചെയ്യാൻ പറ്റും. നമ്മുടെ റീസണിങ്ങിൻ്റെ ഏരിയയിലും ചെയ്യാൻ പറ്റും. റീസണിങ്ങിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ് പസിൽ ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. നമുക്ക് പസിലിൽ നിന്ന് മാത്രം 10 ക്വസ്റ്റ്യനും സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ നിന്ന് നമുക്ക് 5 ക്വസ്റ്റ്യനും കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഇത് മാത്രം നമുക്ക് 15 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ബാക്കി ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് സിലോജിസം, ബ്ലഡ് റിലേഷൻ, റാങ്കിങ്, ഡയറക്ഷൻ എന്നൊക്കെ പറയുന്ന ടോപ്പിക്സ്. സോ ഈ ഒരു ടോപ്പിക്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 35 എത്ര ക്വസ്റ്റൻസും കവർ ചെയ്യാൻ പറ്റും? 25 ക്വസ്റ്റൻസും കവർ ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് എവിടെയും ചെയ്യാം. ഇംഗ്ലീഷിലും ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വരുന്ന ചില ഏരിയാസ് ആണ് എറർ സ്പോട്ടിങ്, നമ്മുടെ ക്ലോസ് ടെസ്റ്റ്, അതുപോലെ തന്നെ റീഡിംഗ് കോംപ്രഹെൻഷൻ. ഈ ഒരു ഏരിയാസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 30ൽ 15 ക്വസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വളരെ ടാർഗറ്റ് ചെയ്ത് കുറച്ച് ടോപ്പിക്സ് മാത്രം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ആ ടോപ്പിക്സ് മാത്രം പ്രിപ്പയർ ചെയ്തിട്ട് പോകാനല്ല പറയുന്നത്. നിങ്ങൾ ആദ്യമേ ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ബാക്കിയുള്ള ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. വളരെ കുറച്ച് പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എക്സാംസ് ക്ലിയർ ചെയ്യാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഐ ഹോപ്പ് നിങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു ടോപ്പ് സ്കോറിംഗ് ഏരിയാസ് പിക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ നിങ്ങൾ ഈ പ്രിപ്പറേഷൻ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വെച്ചായിരിക്കും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷനിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്ന് പറയുന്നത് ആദ്യമേ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. പക്ഷേ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ടോപ്പ് സ്കോറിംഗ് ആയിട്ടുള്ള ഒരു 10-12 ടോപ്പിക്ക് അത് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. പാരലായിട്ട് എന്ത് ചെയ്യുക? ബാക്കി വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടോപ്പിക്സിനെ പ്രിപ്പയർ ചെയ്യുക. ഇതിനുശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീക്കർ ഏരിയാസ് ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ വീക്കായിട്ടുള്ള ആ ടോപ്പിക്സിനൊക്കെ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ ചെയ്ത് ആ ഒരു ഏരിയാസ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം. വൺസ് അതും ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഏതിലേക്ക് പോവുക? നിങ്ങളുടെ ഫുൾ മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഏരിയാസ് വീക്ക് ആണെങ്കിൽ, ഇപ്പം ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ അങ്ങനെ ഏതെങ്കിലും ഏരിയാസ് വീക്ക് ആണെങ്കിൽ അതിന് വേണ്ടിയുള്ള സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. ആൻഡ് കീപ്പ് ഓൺ ഡൂയിങ് ദാറ്റ് മോക്ക് ടെസ്റ്റ് ടിൽ നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ. ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ക്ലർക്ക് ആണെങ്കിൽ നമ്മുടെ ആ ഒരു 82 എന്ന് പറയുന്ന ആ ഒരു ടാർഗറ്റും, PU ആണെങ്കിൽ നമ്മൾ ആ നേരത്തെ പറഞ്ഞ ആ ഒരു 65+, ഓക്കെ, ഒരു ഓൾറൗണ്ട് 65+ എന്നുള്ളൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുക? നമ്മൾ ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിപ്പം 10 ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, 100 ആയിക്കോട്ടെ, എത്ര ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക
ടിൽ നിങ്ങളുടെ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരെ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ടോപ്പ് സ്കോറിംഗ് ഏരിയാസ് അത് ആദ്യം പിക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകുന്ന സമയത്ത് ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ആ സമയത്തിനുള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പറഞ്ഞ ടാർഗറ്റ് സ്കോർസ്, ആ ഒരു നേരത്തെ പറഞ്ഞ 82+ ആ 65+ എന്നുള്ള ടാർഗറ്റ് സ്കോർസ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം പ്രിപ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരുപാട് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് സമയം കളയുന്നതിന് പകരം ആ ടോപ്പിക്സിനെ അവോയ്ഡ് ചെയ്തോ അല്ലെങ്കിൽ ആ ടോപ്പിക്സിന് ഏറ്റവും ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചുകൊണ്ടോ ആയിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അതിപ്പോൾ മാത്സ് ആയാലും റീസണിംഗ് ആയാലും ഇംഗ്ലീഷ് ആയാലും. ഓക്കെ, നമ്മൾ ഏറ്റവും ലീസ്റ്റ് നിങ്ങൾക്കറിയാം ചില ചാപ്റ്റേഴ്സ് കാണും ചിലപ്പോൾ മാത്രം ക്വസ്റ്റ്യൻ വരുന്നത്, ചിലപ്പം ഏതെങ്കിലുമൊക്കെ ഷിഫ്റ്റ് മാത്രം ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഈവൻ ചില ടോപ്പിക്സ് ആണ് നല്ല ടഫ് ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറും ഇല്ലായിരിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള ടോപ്പിക്സിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടുവേർഡ്സ് ദി എൻഡോ അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെക്കാം. അതിനെ നിങ്ങളുടെ ഇനിഷ്യൽ പ്രിപ്പറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഫോക്കസ് ചെയ്ത് തന്നെ നിങ്ങൾ അതിനെ മുമ്പിലോട്ട് കൊണ്ടുപോകാൻ നോക്കാം. സോ നിങ്ങളുടെ ആ ഒരു ക്ലർക്കിൻ്റെയും പിയോടെയൊക്കെ ആ ഒരു പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങൾ. അപ്പോൾ അത് ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകാൻ മുമ്പിലോട്ട് ഒട്ടും തന്നെ ബ്രേക്ക് വരാതെയും വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്ത് പോകാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, ആദ്യമായിട്ട് തുടങ്ങിയതാണ്, നിങ്ങൾക്ക് അതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഒന്നുമില്ല, ഡൗട്ട് ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു ബാച്ചിൻ്റെ കൂടെയൊക്കെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് നേരത്തെ പറഞ്ഞ ഏകദേശം 2 മാസത്തോളം സമയം എന്തായാലും SBI ക്ലർക്കിനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. 2 മാസത്തിൽ കൂടുതൽ സമയം നമുക്ക് SBI ക്ലർക്കിന് കിട്ടുന്നുണ്ട്. സോ നിങ്ങളൊരു ബാച്ചിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. ഓൾറെഡി എൻട്രിയിൽ SBI ക്ലർക്കിനും പിയോനും വേണ്ടിയുള്ള ഓൾറെഡി ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ബാച്ചസിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ, ആൻഡ് അതുകൂടാതെ തന്നെ നിങ്ങളിപ്പം വർക്കിംഗ് ആയിക്കോട്ടെ, ഈവൻ അടുത്ത വർഷത്തെ SBIക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും ഇപ്പോഴേ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ കോളേജിൻ്റെ ഫൈനൽ ഇയറിലൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കോളേജിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു വർഷം സ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് ഇപ്പം തന്നെ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈവൻ നിങ്ങൾക്ക് പറ്റുന്ന പോലത്തെ ഷെഡ്യൂൾസ് ബാച്ചസിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എൻട്രിയുടെ തന്നെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്പർ എന്ന് പറയുന്നത് 7736122215. ഓക്കെ, 7736122215. ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോലും, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സാം എഴുതുന്നതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ജനറൽ ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈവൻ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എൻട്രിയുടെ തന്നെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി ഓൾറെഡി SBIയുടെ ക്ലർക്കിനും പിയോനും വേണ്ടി ഓൾറെഡി നിങ്ങളുടെ പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ പ്രിലിംസ് ഒക്കെ എന്തായാലും ക്ലിയർ ചെയ്യും. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ടാർഗറ്റ് കട്ട് ഓഫ് ആ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ റീച്ച് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് ഇമ്പ്രൂവ് ചെയ്തെടുത്താൽ മാത്രം മതി. സോ നിങ്ങൾക്ക് ഇനി മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി നിങ്ങൾക്കറിയാം SBIയുടെ ക്ലർക്കിൻ്റെ എക്സാമോ അല്ലെങ്കിൽ പിയോടെ ഒക്കെ എക്സാം കഴിഞ്ഞ് അതിൻ്റെ പ്രിലിംസ് എക്സാം കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വന്നാൽ മെയിൻസ് എക്സാമോ അതിൻ്റെ റിസൾട്ട് തമ്മിൽ വലിയ വ്യത്യാസം കാണത്തില്ല. നിങ്ങൾക്കറിയാം ഒരു 10 to 20 days മാക്സിമം എനിക്ക് അത്രയൊക്കെ നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് വരാറുള്ളൂ ഈ പ്രിലിംസും മെയിൻസ് എക്സാമും തമ്മിൽ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സിലബസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായാലും നടക്കുന്ന കാര്യമല്ല. എസ്പെഷ്യലി മെയിൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം വലിയൊരു എക്സാം ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു മെയിൻസിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് അതിന് വേണ്ടി നമുക്ക് ഓൾറെഡി എൻട്രിയിൽ ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ SBI ഈ ഒരു മെയിൻസ് ബാച്ചിലേക്ക് ബാങ്കിന് വേണ്ടിയുള്ള മെയിൻസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ എല്ലാ ഡിസ്കഷൻസും മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ആണ് എക്സാം വരെ. അതുപോലെ ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള ഗൈഡൻസ്. ഓക്കെ, നിങ്ങൾ മെയിൻസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിനുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അതുപോലെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റുകളും അതുപോലെ നിങ്ങളുടെ മോക്സ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചുള്ള നിങ്ങൾ ട്രാക്കർ സിസ്റ്റവും നമുക്കിവിടെ എൻട്രിയിലുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചസിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഈവൻ ഇപ്പോഴേ തന്നെ മെയിൻസ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് വരാതിരിക്കുന്ന ബാങ്ക് എക്സാംസിൽ ഏതെങ്കിലും നിങ്ങൾക്കറിയാം എല്ലാ മെയിൻസ് എക്സാം ഏകദേശം ഒരേപോലെ ക്വസ്റ്റിൻ്റെ കൗണ്ടിലൊക്കെ വ്യത്യാസമുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമിന് വേണ്ടിയല്ല ഒരുപാട് എക്സാംസിന് വേണ്ടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഐ ഹോപ്പ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ നല്ലൊരു ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുന്നതാണ് 7736122215. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ളതായാലും ശരി അല്ലാതെ ജനറൽ ഡൗട്ട്സ് ആയാലും ശരി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ കൊണ്ടുപോകുക, ഒട്ടും തന്നെ ബ്രേക്ക് വരാതെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. ഓൾ ദി വെരി ബെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിലുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്, നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം ഇവിടെ.